നമസ്കാരം. ശനി പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളുമാണ് ഓരോ വ്യക്തികൾക്കും നൽകുക. ചിലർക്ക് സൗഭാഗ്യമാണ് എങ്കിൽ ചിലർക്ക് തിരിച്ചടികളാണ് വന്നു ചേരുക. അതവരുടെ കർമ്മഫലം അനുസരിച്ചാണ് ജീവിതത്തിൽ പ്രകടമാവുക. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ 19 വർഷം നീണ്ടു നിൽക്കുന്ന ശനി മഹാദശ ആരംഭിക്കുകയാണ്. ഇതുമൂലം ചില രാശിക്കാർക്ക് ശനിയുടെ അനുഗ്രഹം ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. ഇവരിൽ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ശനിയുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം. ആ രാശിക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇവർക്ക് ശനിയുമായി ബന്ധപ്പെട്ട് ഐശ്വര്യവും സൗഭാഗ്യവും നിറയുന്നതായ സമയമാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കന്നിരാശിക്കാരുടെ ജാതക പ്രകാരം ഈ രാശിയിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു ഗ്രഹം ശനിയാണ്. ശനി കന്നിരാശിയിൽ 5-ാം ഭാവത്തിലും 6-ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ശനിയുടെ കൃപയാൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിരവധിയാർന്ന നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് തേടി എത്താവുന്നതാണ്. സാമ്പത്തിക സ്ഥിതി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് വന്നു ചേരുക. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കൂടാതെ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ പ്രകടമായി തന്നെ പല മാറ്റങ്ങളും വന്ന് ചേരുന്നതാകുന്നു. സന്തോഷകരമായ പല കാര്യങ്ങളും പല സംഭവങ്ങളും സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രശസ്തി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം, കാര്യ തടസ്സങ്ങളിൽ നിന്ന് കാര്യവിജയങ്ങൾ, ഉദ്ദിഷ്ട കാര്യസിദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം നൽകുന്നതായ സമയമാണ് വന്നു ചേരുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വീടിനും വീട്ടുകാർക്കും ഐശ്വര്യം നൽകുന്നതായ സമയമാണ് വന്നു ചേരുക എന്ന് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ശത്രുതകൾ ഫലപ്രദമായി തന്നെ തരണം ചെയ്യുവാൻ സാധിക്കും. ശത്രു വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. രോഗദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ധനുരാശിയുടെ 2-3 ഭാവങ്ങളുടെ അധിപനായി നിലകൊള്ളുന്നത് ശനിയാണ്. അതിനാൽ തന്നെ ശനി മഹാദശ ആരംഭിക്കുന്നതിലൂടെ ധനുരാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ നിരവധിയാർന്ന നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. വളരെയധികം കഠിനാധ്വാനികളായ രാശിക്കാർ തന്നെയാണ് ധനു രാശിക്കാർ. അതിനാൽ തന്നെ അതിനൊത്ത നേട്ടങ്ങളും ഈ രാശിക്കാരെ തേടിയെത്തും എന്നതാണ് വാസ്തവം. പല തരത്തിലുള്ള അംഗീകാരങ്ങളും ഇവർക്ക് തേടി എത്താവുന്നതാണ്. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരും. പേരും പ്രശസ്തിയും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പ്രധാനമായും സാമ്പത്തിക നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിദ്യയിൽ മികച്ചു നിൽക്കുവാൻ, വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. വിദേശത്തെ ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാര്യവിജയങ്ങൾ വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ അവസരങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുവാനും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാതാക്കുവാനും ഉയർച്ചകൾ നേടുവാനും സാധിക്കുന്നതാണ്. സന്തോഷവും സുഖകരവുമായ ജീവിതം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതുമാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഇരട്ടി നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം,
ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നതിലൂടെ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. സുഖകരമായ ജീവിതം തന്നെയാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാനോ അല്ലെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാനോ സാധിച്ചു എന്ന് വരാം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തുലാം രാശിയുടെ 4ഉം 5ഉം ഭാവങ്ങളുടെ അധിപനാണ് സാക്ഷാൽ ശനി. അതിനാൽ തന്നെ ശനി മഹാദശ യോഗത്തിൽ തുലാം രാശിക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ രാശിക്കാരുടെ പല അഭിലാഷങ്ങളും പൂവണിയുവാൻ സഹായകരമായ സമയമാണ് വന്നു ചേരുക. കൂടാതെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം. ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു. ഈ രാശിക്കാർക്ക് അത്തരത്തിൽ സാധിക്കുന്നതായ സമയമാകുന്നു. ഉയർന്ന ശമ്പളത്തോടെ തന്നെ ജോലി ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ രാശിക്കാർക്ക് അത്തരം യോഗങ്ങൾ കടന്ന് വരാവുന്നതാകുന്നു. ജീവിതത്തിൽ ദുരിതങ്ങൾ ഇല്ലാതാക്കുവാൻ സഹായകരമായ സമയമാണ്. സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക. വിദേശ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുക. ധനനേട്ടം വന്നു ചേരുക. തൊഴിൽ ലഭിക്കുക. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുക. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കാരണം കടബാധ്യതകൾ തീർക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. എന്നാൽ ഈ സമയം വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ദുരിതങ്ങൾ ഒഴിയുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ശനി മഹാദശ മൂലം മീനം രാശിക്കാർക്ക് നിരവധിയാർന്ന നേട്ടങ്ങളാണ് ലഭിക്കുക. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ രാശിക്കാരിൽ നിന്നും പല പ്രയാസകരമായ കാര്യങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. നിരവധിയാർന്ന ആഗ്രഹങ്ങൾ മനസ്സിലുള്ളവരാണ് നിങ്ങൾ. ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഫലം കാണും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അസുലഭകരമായ മുഹൂർത്തം തന്നെയാണ് വന്നു ചേരുക. കാരണം ആഗ്രഹങ്ങൾ നടക്കുവാനും തൊഴിൽ ലഭിക്കുവാനും ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശനിയുടെ കൃപയാൽ നിരവധി നേട്ടങ്ങൾ തന്നെ സ്വന്തമാക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. പ്രതിസന്ധികൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പല ആനുകൂല്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കൂടാതെ കഠിനാധ്വാനം ഫലം കാണുന്ന സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല അംഗീകാരങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. കൂടാതെ ഈ സമയം വിദ്യയിൽ മികച്ചു നിൽക്കുന്നതായ സമയമാണ് വന്നു ചേരുക. വിദേശത്തേക്ക് പോകുവാൻ നോക്കുന്നവർക്കും അതിനൊത്ത് അവസരങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലാതാകുന്നതാണ്. സന്തോഷവും സുഖകരവുമായ ജീവിതം നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും അനുകൂലമായി തീരുന്ന സമയം. സന്താനങ്ങൾക്ക് ഉയർച്ച, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ഈ രാശിക്കാർ ഏവരും സാക്ഷാൽ പരമശിവനെയും
ഹനുമാൻ സ്വാമിയെയും ഭജിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഉത്തമമാണ്.